കാലഘട്ടം, ഏറ്റവും മികച്ച കാലഘട്ടം ജീവിതത്തിൻ്റെത്. അവിടെ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. സമസ്ത മേഖലയിലും സർവ്വ മേഖലയിലും രാഷ്ട്രീയ രംഗത്തടക്കം എല്ലാ രംഗത്തും നമ്മുടെ രാജ്യത്ത് മാറ്റം വരേണ്ടത് എവിടെയാണ്? യുവാക്കളിലൂടെയാണ്. രാഷ്ട്രീയപരമായൊരു മാറ്റം ഈ സമൂഹത്തിന് ഉണ്ടായിട്ടില്ലെങ്കിൽ വലിയ കാലതാമസമില്ലാതെ ശക്തമായൊരു സാമ്പത്തിക അടിയന്തരാവസ്ഥ നമ്മൾ കടന്നു പോകേണ്ടി വരും. പണം ആരെ കയ്യിലും ഉണ്ടാകില്ല. മനുഷ്യർ പണത്തിന് വേണ്ടി കൊള്ളിവെപ്പും കൊലയുമായിട്ട് വ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. യുവാക്കൾ ഏറ്റെടുക്കാതെ വന്നാൽ പാരമ്പര്യ രാഷ്ട്രീയക്കാർ അഴിമതി കാണിച്ച് അവന്റെ അഴിമതികൾ മൂടിവെക്കാൻ വേണ്ടിയിട്ടും അവർക്ക് സ്വകാര്യമായി കുമ്പവീർപ്പിക്കാൻ വേണ്ടിയിട്ടും സാമുദായികമായി സമൂഹത്തെ ഭിന്നിപ്പിച്ച് ജനങ്ങളെ മതത്തിന്റെ പേരിൽ തമ്മിലടിപ്പിച്ച് കുറുക്കന്റെ കൗശലത്തോടെ ആട്ടിൻപട്ടങ്ങളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന കുറുക്കനെ പോലെ ഇവിടെയുള്ളവർ നമ്മളെ തമ്മിലടിപ്പിക്കും. സമുദായത്തിനിടയിൽ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് വർഗീയതയും ഭീകരതയും മതം സംഭാവന ചെയ്യുന്നതല്ല. രാഷ്ട്രീയക്കാരന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി, അവരെ പ്രതിച്ഛായ സംരക്ഷിക്കാൻ വേണ്ടി അഴിമതി കാണിക്കുമ്പോൾ അത് ചോദ്യം ചെയ്ത് സമൂഹം കടന്നു വരാതിരിക്കാൻ വേണ്ടി കണ്ണിലിടുന്ന പൊടിയാണിത്. ഈ പാരമ്പര്യ രാഷ്ട്രീയക്കാർ അധികാരമാർത്തിയോടുകൂടി അത് കൈയാളുകയും അതിൽ എത്ര ഇരുന്നാലും എത്രയൊക്കെ കാലം ജീവിച്ചതിൽ അധികാരത്തിൽ നിന്നാലും മടി തീരാത്ത, താല്പര്യം തീരാത്ത, ആഗ്രഹം തീരാത്ത ആർത്തിയുള്ള കുറെ സമൂഹമുണ്ടല്ലോ. അവർ വിതയ്ക്കുന്ന വിനയാണല്ലോ ഈ സാമുദായിക സംഘടനകൾ. അവരാണ് ഇവിടെ മതങ്ങളെ തമ്മിലടിപ്പിക്കുന്നത്, മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്നത്. അത് മാറണമെങ്കിൽ യുവത്വം ഉണ്ടാകണം. യുവാക്കൾ ശക്തമായ നിലയിൽ രാഷ്ട്രീയ രംഗത്ത് വരെ മുന്നോട്ട് വരണം. നിലപാടുകളുള്ള ആൾക്കാർ കടന്നു വരണം. മനുഷ്യനൊപ്പം നിൽക്കുന്നവർ വേണം. ജനപക്ഷം നിൽക്കുന്ന ആൾക്കാരുണ്ടാകണം. ഇവിടെ ജനങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് ജീവിച്ചാലും അവർക്കൊരു എഴുന്നേറ്റമില്ല. എത്ര കഷ്ടപ്പെട്ടാലും 24 മണിക്കൂറല്ല 48 മണിക്കൂർ ജോലി നോക്കിയാലും ഒരു മനുഷ്യന്റെ 5 പൈസ നീക്കി വെക്കാൻ കഴിയാത്ത പോലെ നികുതി ഭാരം നടുവൊടിച്ചു കളഞ്ഞൊരു സമൂഹം. ആ സമൂഹത്തിന്റെ ഗതികേടിന് മുമ്പിൽ ആലോചിച്ച് നോക്കണം. ചെറുപ്പക്കാര് ഗൗരവത്തോടെ ആലോചിക്കണേ. നമ്മുടെയൊക്കെ വീട്ടിൽ വാപ്പയും ഉമ്മയും അച്ഛനും അമ്മയും ഒക്കെ എവിടെ ഒരു രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് എത്ര പ്രയാസപ്പെടുന്നുണ്ട്. സ്വന്തം വാപ്പയുടെയും ഉമ്മയുടെയും സ്വന്തം അച്ഛന്റെയും അമ്മയുടെയും ഈ പ്രയാസം ഏതെങ്കിലും മക്കൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ആലോചിക്കണ്ടേ? എൻ്റെ വീട്ടിൽ ഇതാണ് അവസ്ഥ, അപ്പുറത്തെ വീട്ടിലും ഇത് തന്നെയാണ് അവസ്ഥ. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട്, ജീവിതത്തിന് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി എത്ര പ്രയാസപ്പെടുന്നു. എന്തുകൊണ്ട് എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ചേട്ടനും ഒക്കെ പണിയെടുത്തിട്ടും എൻ്റെ കുടുംബക്കാരെല്ലാവരും പണിയെടുത്തിട്ടും എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഈ ഗതികേട്? എന്താ ഈ ദാരിദ്ര്യത്തിൻ്റെ കാരണം? ചെറുപ്പക്കാർ ആലോചിക്കണ്ടേ? എന്തുകൊണ്ട് സർക്കാർ എന്തുകൊണ്ട് സഹകരിക്കുന്നത്? സർക്കാരിൻ്റെ നികുതി ഭാരമാണ് ഈ പ്രശ്നങ്ങൾ. എന്നാൽ സർക്കാർ എന്തുകൊണ്ട് ഇത്രയും നികുതി വയ്ക്കുന്നു? ഇപ്പം സർക്കാരും കടത്തിലാണ്. എന്തുകൊണ്ട് നമ്മുടെ സംസ്ഥാനം കടത്തിലായി? നമ്മുടെ രാജ്യവും എന്തുകൊണ്ട് കടത്തിലായി? എക്കണോമിക്കലി, സാമ്പത്തികമായിട്ട് നമുക്ക് എവിടെ പിഴച്ചുപോയത്? എവിടെ ശരിയായ ഗതിയിൽ രാജ്യത്ത് സമ്പത്തുണ്ടാക്കേണ്ടത്? ഉപ്പ് തൊട്ട് കർപ്പൂരമാക്കുന്ന ഏതൊരു ഉൽപ്പന്നത്തിലും ഇത്രയേറെ നികുതി കൊടുക്കുന്ന ഒരു പൗരന് സാമ്പത്തികമായ ഭദ്രതയുള്ള ജീവിതം കൊടുക്കാൻ സർക്കാരുകൾ പരാജയപ്പെട്ടത് എന്തുകൊണ്ടെന്ന് പരിശോധിക്കാൻ, അത് പഠിക്കാൻ, അത് മനസ്സിലാക്കി പരിഹരിക്കുന്ന ഒരു യൗവനം കടന്നു വരേണ്ടത് ഇവിടെ. ഇതൊന്നും ആലോചിക്കൂല. ഇതൊന്നും ആലോചിക്കാതെ എന്ത് ചെയ്യും? ഇവിടെ അഴിമതി കാണിച്ച് രാഷ്ട്രീയക്കാരനെതിരെ ചോദ്യം ഉണ്ടാകുമ്പോൾ അവന് മുദ്രാവാക്യം വിളിപ്പിക്കാൻ വേണ്ടി, മുദ്രാവാക്യം വിളിക്കാൻ വേണ്ടി പാതിരാത്രി ഇറങ്ങിപ്പോവും. രാവും പകലുമില്ലാതെ ബസ്സിന് കല്ലെറിയാനേ നമ്മളെല്ലാവരും കൂടെ നികുതി കൊടുത്ത പൈസയ്ക്ക് ഇറക്കിയിട്ടുള്ള ബസ്സിന് കല്ലെറി, ആ ബസ്സിന് കല്ലെറിഞ്ഞ് ഗ്ലാസ് പൊട്ടിച്ച അത് റിപ്പയർ ചെയ്യാനും നമ്മുടെ നികുതി പണം തന്നെയാണ്.